കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത്. പിന്നിൽ CPM എന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാനൂരിൽ യൂത്ത് കോൺഗ്രസ് KSU പതാകകൾ കത്തിച്ചു. മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭീഷണി പ്രസംഗം. അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സനീഷ്, നിന്നെയെല്ലാം നിലക്ക് നിർത്താൻ ഞങ്ങളെ ബാലസംഘം കുട്ടികളുമായി ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ, നിന്റെ അടുക്കളയിലായിക്കോട്ടെ, ഗാന്ധി സ്തൂപുണ്ടാക്കാൻ നീ മെനക്കെടണ്ട. അങ്ങതുപോലെ ആലോചിച്ചോളി. മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CPM ഓഫീസ് ആക്രമിച്ചെന്നാരോപിച്ച് ഇന്നലെ CPM സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥിന്റെ ഭീഷണി പ്രസംഗം. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സനീഷിനെതിരെയാണ് ഭീഷണി. ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. തളിപ്പറമ്പിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഇർഷാദിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി അക്രമമുണ്ടായി. ബൈക്കിലെത്തിയ ഒരു സംഘം വീടിന്റെ ജനലും മുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളും അടിച്ചു തകർത്തു. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരെന്നാണ് ആരോപണം. CPMന്റെ പ്രവർത്തകരാണ്. ഇന്നലെ മുതൽ എനിക്ക് സോഷ്യൽ മീഡിയകളിലും മറ്റും എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പട്ടത്തെ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യത്തിലാണ്. പാനൂരിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറി പതാകകൾ എടുത്തുകൊണ്ടു പോവുകയും റോഡിലിട്ട് കത്തിക്കുകയും ചെയ്തു. സംഭവത്തിൽ 15 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനിടെ മലപ്പട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകോപന മുദ്രാവാക്യത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ നടത്തിയ പ്രകടനം അക്രമാസക്തമായി. കൊടിമരവും സുധാകരന്റെ ചിത്രം പതിച്ച ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചു. തളിപ്പറമ്പിൽ ആക്രമിക്കപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. മീഡിയ 1 കണ്ണൂർ.